ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ രാവിലെ എല്ലാ പണിയും ഒരുക്കി മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി പൊരിച്ചിട്ട് അടുക്കളയെല്ലാം നല്ലോണം ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അവിടുന്ന് എപ്പോഴാണ് കയറുക എന്ന് പറയാൻ പറ്റൂല. ഞാൻ കുറച്ച് തക്കാളി തൈ അതിൻ്റെ അരി ഇട്ടതേനു, അങ്ങനെ അത് കിളിച്ച് വന്നപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി നടണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണെന്ന് അന്ന് അതിന് വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അന്നത്തെ പരിപാടി തക്കാളി തൈ നടലും കുറച്ച് ചെടിയൊക്കെ ഉണ്ട്. അതിൽ 10 മണി കുറേ അങ്ങോട്ട് ആയാൽ പിന്നെ നമ്മളത് മാറ്റി കുഴിച്ചിടണം, അതല്ലെങ്കിൽ അത് അല്ലെങ്കിൽ നുള്ളി കൊടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചാൽ ഒന്ന് മാറ്റി നടാന്ന് കേട്ടോ. അതിനുള്ള ചെടിയാണ് ഇത് മുഴുവൻ. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചാൽ കൂൺ കൃഷി എഴുതിയിട്ട് കൂനിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അതിങ്ങനെ അവിടെ വെറുതെ കിടക്കേനു കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ഈ വളമ ഇടുന്ന ഇതിൽ കൂട്ടാലോ. അപ്പോൾ കുറച്ചും കൂടി ചകിരിൻ്റെ അല്ലേ, ചകിരി പൊടി, അപ്പോൾ അതും കൂടി ഞാനേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ കുറച്ച് ആട്ടും പുഴുക്ക ഇട്ട് കൊടുത്തിക്കണം, പിന്നെ മണ്ണും ഇതെല്ലാം കൂടി കൂട്ടിങ്ങാണ്ടാണ് കേട്ടോ പിന്നെ തക്കാളി തൈ നടണത്. അപ്പോൾ തക്കാളി തൈ നടണത് എന്തിലാന്ന് ചോദിച്ചാൽ ചട്ടിയിലൊന്നും അല്ല, നമ്മൾ താഴെ വീട്ടിൽ മേളിൽ പിന്നെ ഷീറ്റ് അടിച്ചിരുന്നു കേട്ടോ. അപ്പം ഈ ഷീറ്റ് അതിൻ്റെ താഴെ അടിഭാഗത്ത് കൊണ്ടുവന്ന് വെക്കൂലേ ഒരു പാത്തി വെള്ളം പോകാല്ലേ, അത് ഒരു കവറിലാക്കിയാണ്ടാണ് വരിക. അതൊരു ചാക്ക അതിന് കേട്ടോ. അങ്ങനെ നീളത്തിലായിരുന്നു. ഞാൻ നമുക്ക് പാകത്തിന് ആക്കി കട്ട് ചെയ്തെടുത്താണ്ട് അതിൻ്റെ അടിഭാഗം കെട്ടിക്കൊടുത്ത് നല്ല ഒരു പിന്നെ ഗ്രോ ബാഗ് മാതിരി ആക്കിയിരിക്കുകയാണ് കേട്ടോ. നല്ല സൂപ്പറാണ്. അത് മറിച്ചിട്ട് കൊടുത്തിട്ടാണ് അത് അങ്ങനെ. അപ്പം ഇനി നമുക്ക് അതിൽ മണ്ണ് നിറച്ച് കണ്ടോ, അതാ തക്കാളി തൈയൊക്കെ എത്ര ആയിക്കണ്, നല്ല തൈയാട്ടോ. ഇനി കുറച്ച് ദിവസം നമുക്ക് വെയിലൊന്നും തട്ടാത്ത ഇവിടെ അതിൻ്റെ വേരൊക്കെ ഒന്ന് ഓടുന്ന വരെ, പിന്നെ അത്യാവശ്യം വെയിലൊക്കെ തട്ടുന്ന ഭാഗത്തേക്ക് എടുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ തക്കാളി തൈ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 മുളകും തൈയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയാണെന്ന്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്കൊക്കെ ഇപ്പം തന്നെ അങ്ങോട്ട് തന്നോളി, അല്ലെങ്കിൽ മറക്കും. അപ്പോൾ മഴയൊന്നും ഇല്ലെന്ന്, നല്ല വെയിലാണ്. രാവിലെ ഒരു മൂടലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ പോയി നല്ല വെയിലാണ്. ഇവിടെ വെയിലുറച്ചാൽ പിന്നെ നിൽക്കൂല കേട്ടോ, നല്ല വെയിലാണ്. അപ്പം അങ്ങനെ ഒരുവിധം ഒക്കെ നടലൊക്കെ കഴിഞ്ഞു. ഇനി ഞാനിത് വീടിൻ്റെ ഈ സൈഡിൽ കൂടെ വെക്കട്ടെ, അവിടേക്ക് വല്ലാതെ അങ്ങോട്ട് വെയിൽ തട്ടൂല, അവിടേക്ക് വെക്കാമെന്ന് വിചാരിച്ചിരിക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചട്ടി, ഇവിടെ ഈ പഴയ ചട്ടികളാണിത്, ഞാൻ കുറേ ഒഴിച്ചതും അങ്ങനെ ഒഴിവാക്കിയിട്ടതൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിൽ ഈ 10 മണീനെ കുറച്ച് കുത്തി. ഇപ്പോൾ ഈ ചെടിയും വേറൊരു ചെടി ഞാനത് വലിച്ചെടുത്തപ്പോൾ കണ്ടതാട്ടോ. പോയ ചെടികളെ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ കിളിച്ച് ഉയർന്നൊരു ചെടിയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഈ ചെറിയ ഈ ചട്ടിയിൽ വെക്കാം. രണ്ടിനെ ആയി തന്നെയാണ് വെക്കാമെന്ന് വിചാരിച്ചിരിക്കാം. രണ്ടും 2 വീതം ചെടിയാട്ടോ. ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ അങ്ങനെ. അപ്പം ഇനി ബാക്കി 10 മണി ഇതായി റോസ് കളറ്, അതിൻ്റെ തന്നെ മഞ്ഞ, പിന്നെ തട്ടൊന്നും ഇല്ലാത്ത അടുക്കില്ലാത്ത ഉണ്ടല്ലോ വെള്ള മഞ്ഞ, പിന്നെ ഏതാ പിന്നെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി തോന്നുന്നുണ്ട്. കുറേ റോസ് പിങ്ക് കളറ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതൊക്കെ പോയി, നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കായിട്ടേ. അപ്പം അത് ഞാൻ ഈ ചട്ടി കൂടെയൊക്കെ എല്ലാത്തിൽ കൂടി അങ്ങോട്ട് കുഴിച്ചിടട്ടെ കേട്ടോ. പിന്നെ ചെടികൾ ഒരുപാടുണ്ട്, നമുക്ക് മാറ്റി കുഴിച്ചിടാനൊക്കെ. അതൊക്കെ ചട്ടി വാങ്ങിയിട്ട് വേണം, ചട്ടിയാൾ കൂടെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പിന്നെ വെക്കാനും സ്ഥലം കുറവാണ്. അങ്ങനെ നമ്മളെ 10 മണികളൊക്കെ ഒന്ന് കുഴിച്ചിടട്ടെ. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് മുറ്റമൊക്കെ ഒന്ന് തൂത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ നട്ടതിനൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ.
ഒക്കെ വെയിലായതുകൊണ്ട് വാടി നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് സൈഡിലേക്ക്, ഈ ഭാഗത്തിലൊക്കെ സൈഡിലാണ്, അങ്ങേ ഭാഗത്ത് ഒന്ന് ഈ മുമ്പിൽ വെച്ചത് കുറച്ചൊന്ന് മാറ്റി വെക്കണം. അപ്പം അങ്ങനെ നമുക്ക് ചെടിയെല്ലാം ഒന്ന് നനച്ചെടുക്കുക. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോസൊക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പം അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്. അസ്സലാമു അലൈക്കും.